Hello all, very welcome to the class Motor Vehicle Act 1988. ഇപ്പോൾ വാഹനം ഓടിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തിട്ട് ഇപ്പോൾ നിലവിലുള്ള 1988 ആക്ടിലോട്ട് വന്നിട്ടുള്ളത്, അതിലെന്തെല്ലാം അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്, അന്നേരം അതിൻ്റെ ഒരു ഓവർവ്യൂവും അതിനോടൊപ്പം തന്നെ എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അല്ല കുറച്ച് കീ പ്രൊവിഷൻസിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനും കഴിഞ്ഞ AMV എക്സാംസിന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഈസ് എ സെൻട്രൽ ലെജിസ്ലേഷൻ ആണ്. അത് പാർലമെന്റ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യപ്പെട്ട റോഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ആക്ട് ആണത്. ഇത് നിലവിൽ വന്നത് 1 ജൂലൈ 1989 ഓക്കെ. അന്നേരം അതിന് മുമ്പേ ഉണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 റീപ്ലേസ്മെന്റ് ആയിട്ട് പലതരം കാര്യങ്ങൾക്ക് വേണ്ടി റീപ്ലേസ്മെന്റ്സ് ആയിട്ട് വന്നിട്ടുള്ള ആക്ട് ആണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നതും. ലേറ്റർ 1989 ശേഷം പല രീതിയിലുള്ള അമെൻമെന്റുകൾ അതിനുണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ ആക്ട് നിലവിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻലി ഇറ്റ് ഈസ് റോഡ് സേഫ്റ്റി. പിന്നെ നമ്മുടെ റോഡിൽ ഓടുന്ന എല്ലാ വണ്ടികളെയും ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ റോഡ് ആക്സിഡൻസ് പറ്റിയിട്ടുള്ള വിക്ടിംസിനും കാര്യങ്ങൾക്കും കോമ്പൻസേഷൻസും കാര്യങ്ങളും കൊടുക്കുക. ഇങ്ങനെ മെയിൻ പല ഒബ്ജക്റ്റീവ്സും ഉണ്ട്. അതിൽ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് നിൽക്കുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? റോഡ് സേഫ്റ്റി, റെഗുലേറ്റിംഗ് ദ മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് പ്രൊവൈഡ് കോമ്പൻസേഷൻ ടു ദ വിക്ടിംസ് ഓഫ് റോഡ് ആക്സിഡൻസ്. 19th സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് മോട്ടോർ വെഹിക്കിൾസ് വന്നു തുടങ്ങിയത്. അന്ന് കാലത്ത് സെൻട്രലായിട്ട് ഇന്ത്യ മൊത്തത്തിൽ, അന്ന് ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ, അന്നേരം മൊത്തത്തിൽ വെഹിക്കിൾസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നേരം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രൊവിൻസുകൾ അവരേതായിട്ടുള്ള രീതിയിലുള്ള ആക്റ്റുകൾ, മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ നിലവിൽ വരുത്താൻ തുടങ്ങി. അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഒരു പ്രൊവിൻസ് ഒരു എന്താ പറയുക ഒരു ആക്ട് ബേസ്ഡ് ഓൺ മോട്ടോർ വെഹിക്കിൾ കൊണ്ടുവരുന്ന ബംഗാൾ ആക്റ്റാണ്. 1903 1903 ബംഗാൾ ആക്ട് നിലവിൽ വരുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ബോംബെയിലാണ് ആദ്യമായിട്ട് വെഹിക്കിൾസ് വരുന്നത്. പിന്നെ ബോംബെയിലും 1904 അടുത്ത ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വരികയാണ്. അത് ബോംബെ പ്രൊവിൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. അന്നേരം ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു രാജ്യമായി മാറിയിട്ടില്ല. ഏർലിയർ 1914 ഒരു ആദ്യമായിട്ടുള്ള മൊത്തത്തിലുള്ള ഇനി ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് സറൗണ്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഭരണ കാലത്ത് നിലവിൽ നിന്നിരുന്ന ഫസ്റ്റ് ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിട്ട് നിലവിൽ വരുന്നത് ബ്രിട്ടീഷ് റൂൾ കാലത്താണ്. അന്നേരം ഈ ഒരു എന്താ പറയുക ആക്റ്റിൽ നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയും വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷനെ പറ്റിയും ട്രാഫിക് റൂൾസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ ലിമിറ്റഡ് സ്കോപ്പാണ്, കുറച്ച് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ. എല്ലാ വെഹിക്കിൾസിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ നോമുകളും അത് ഇല്ലാത്തത് കൊണ്ടും ആ സമയത്ത് അത്രത്തോളം വെഹിക്കിൾ ഇല്ലാത്തത് കൊണ്ടും പുതിയൊരു ആക്റ്റിലേക്ക് നിലവിൽ വരികയാണ്. 1914 ആക്ട് മാറിയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 വരുവാണ്. കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആണ്. ഇതിലെ പെർമിറ്റുകൾ, ഇൻഷുറൻസിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, പെനാൽറ്റീസ്, ഇതിനെ പറ്റിയൊക്കെ. അന്നേരം ലേറ്റർ പ്രൊവിൻസുകളിൽ ആക്റ്റുകൾ വന്നു. അത് കഴിഞ്ഞ് 1914 വന്നെങ്കിലും ഇൻഷുറൻസിനെ പറ്റിയോ എന്നിട്ട് അതിന് ആ വണ്ടി ആരെങ്കിലും ഇടിച്ചിട്ടിട്ട് പോയാൽ വരുന്ന കോമ്പൻസേഷനെ പറ്റിയോ ഒരു കാര്യങ്ങളും ആ ഒരു ആക്ട് പറഞ്ഞില്ല. 1939 കുറച്ചും കൂടെ അതിനെപ്പറ്റി കവറിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നത്. ലേറ്റർ 50 വർഷങ്ങൾക്ക് ശേഷം 1939 കഴിഞ്ഞ് 50ഓളം വർഷത്തിനോടനുബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 നിലവിൽ വരികയും ഇതിൽ കുറച്ച് നല്ല രീതിയിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള
ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിൽ കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എല്ലാ വെഹിക്കിളും കമ്പൽസറി ആയിട്ട് എടുക്കണമെന്ന നിയമം നിലവിൽ വരുന്നതും 1988-ലാണ്. പിന്നെ ആക്സിഡൻറ്റ്സ് കോമ്പൻസേഷനെ പറ്റിയിട്ടും അതിനൊക്കെ റോഡ് സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയിട്ടും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ട്. കാരണം വെച്ചാൽ പ്രീവിയസ് ആക്റ്റിൽ വന്നിരിക്കുന്ന പാഴ്ചകളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് 1988 പുതിയൊരു ആക്ട് വരികയും അത് സബ്സിക്വൻ്റ്ലി പല പല വർഷങ്ങളിൽ അതിനെ അമെൻമെൻറ്റ് ചെയ്ത് പല രീതിയിലുള്ള ടൈം ബൗണ്ടായിട്ട് വരുന്ന റോഡിൽ വരുന്ന മാറ്റങ്ങളും നമ്മളെ റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്തു പലതവണ 1994, 2021 പലതവണ അമെൻഡ് ചെയ്തു. ലാസ്റ്റ് അമെൻഡ് ചെയ്യപ്പെട്ടത് 2009-ലാണ്. അതിൽ 3 മേജർ ഡെഡിക്കേറ്റ്സുകളാണ് ഉള്ളത്. ഹെവിയർ ഫൈൻസിൻ്റെ എമൗണ്ട് കൂട്ടി, വളരെ രീതിയിൽ ഫൈൻസിൻ്റെ എമൗണ്ടുകൾ കൂട്ടി. കാരണം വെച്ചാൽ ഫൈൻ കൂടിയാൽ ആൾക്കാർ ഈ എന്താ പറയുക പെനാലിറ്റി ചെറിയ എമൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല, ഓവർ സ്പീഡ് ആയാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഹെവി ഫൈൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിനോട് തന്നെ ഗുഡ് സാമർദാൻ എന്ന് അവർക്കൊരു പ്രൊട്ടക്ഷൻ, ആ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരികയും ചെയ്തു. എന്ന് വെച്ചാൽ ആക്സിഡൻറ്റിൽ പറ്റി പരിക്കേൽക്കുന്നവരൊക്കെയാണ് ഈ ഗുഡ് സാമർദാൻ എന്ന് പറഞ്ഞ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്സിഡന്റ് പറ്റി വരുന്ന ഒരു ഫസ്റ്റ് മിനിറ്റുകൾ, ആ അവറുകളിൽ ക്യാഷ്ലെസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നും ഡിഫക്റ്റീവ് ആയിട്ടുള്ള വെഹിക്കിൾസിനെ റീകോൾ ചെയ്യാൻ നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാം വന്നത് 2009 ലേറ്റസ്റ്റ് അമെൻമെന്റിലാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 14 ചാപ്റ്റർ ആണുള്ളത്, 2 ഷെഡ്യൂളാണുള്ളത്. എന്താണ് ഈ 14 ചാപ്റ്ററിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അതിനുശേഷം അതിന്റെ ജസ്റ്റ് ഒരു ചെറിയ ബ്രീഫിങ്ങും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രിലിമിനറി ആണ്. സെക്കൻഡ് ചാപ്റ്റർ ലൈസൻസ് ഓഫ് ഡ്രൈവർ ഓഫ് മോട്ടോർ വെഹിക്കിൾ. ഓക്കെ, ലൈസൻസിനെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ലൈസൻസിങ് ടു കണ്ടക്ടർ ഓഫ് സ്റ്റേജ് കാരിയർ ആണ് ചാപ്റ്റർ 3 എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിളിനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യുന്നത്. കൺട്രോൾ ഓഫ് ട്രാഫിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പ്രൈവറ്റ് വെഹിക്കിൾ അല്ല, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം പബ്ലിക് ആവശ്യങ്ങൾക്ക് വേണ്ടി മഞ്ഞ കളർ ബോർഡിൽ കറുത്ത കളർ അക്ഷരങ്ങളുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ കൺട്രോളിനെ പറ്റിയിട്ടുള്ളതാണ് ചാപ്റ്റർ 5. ചാപ്റ്റർ 6 എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള, അതായത് KSRTCയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന റോഡ് ട്രാൻസ്പോർട്ടുകളോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ചാപ്റ്റർ 6-ലാണ്. ഓക്കെ, ചാപ്റ്റർ 7 നോക്കണമെങ്കിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് നമ്മൾ റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും വണ്ടിയുടെ മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ചാപ്റ്റർ 7-ലാണ്. ചാപ്റ്റർ 8 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് 8-ലാണ്. ഓക്കെ, ചാപ്റ്റർ 9 ഡീൽസ് വിത്ത് വെഹിക്കിൾ ടെമ്പററി ലീവ്സ് ഓർ വിസിറ്റിംഗ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഷിപ്പ് ചെയ്ത് വേറൊരു രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നതോ വേറൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നതോ ബന്ധപ്പെട്ടുള്ള വെഹിക്കിൾസ് പാലിക്കേണ്ട കാര്യങ്ങളോ ആയിട്ടുള്ള അതിൻ്റെ നിയമാവലികളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 9-ലാണ്. ഇനി ചാപ്റ്റർ 10 നോക്കുകയാണെങ്കിൽ ലയബിലിറ്റി വിത്ത് ഫോൾട്ട് ഇൻ സർട്ടൺ കേസസ്. ഓക്കെ, ലയബിലിറ്റീസ്, നമുക്ക് സർട്ടൺ കേസസിൽ ലയബിലിറ്റി ഇല്ലാതെ എന്താ പറയുക ഫോൾട്ടിന് ലയബിലിറ്റി ഇല്ലാതെ വരുന്ന കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 10-ആണ്. 11 ആണ് ഇൻഷുറൻസ് എഗൻസ്റ്റ് തേർഡ് പാർട്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പിന്നെ ക്ലെയിം ട്രിബ്യൂണൽ ചാപ്റ്റർ 12 ആണ്. ചാപ്റ്റർ 13-ലാണ് ഒഫൻസ് പെനാൽറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇത് ഈ ഒരു ചാപ്റ്ററിലാണ് നമുക്ക് എത്ര ഫൈൻ ആണ് ഓരോരോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് പഠിക്കാൻ. ഇപ്പം നമ്മൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്താൽ എന്താണ് പണിഷ്മെൻറ്റ്, അതിന് എന്താണ് ഫൈൻ, ഇംപ്രിസൺമെൻ്റ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മൊബൈൽ യൂസ് ചെയ്യുന്നത്, വണ്ടി ഓടിക്കുമ്പോൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഒഫൻസുകൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്
ചാപ്റ്റർ 13ലാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സും എല്ലാം അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കി മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 14ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ 2 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ ഷെഡ്യൂൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തപ്പെട്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഷെഡ്യൂളിൽ വരുന്നത് നമുക്ക് 3 തരം സൈനുകൾ, മാൻഡേറ്ററി സൈൻ, കോഷണറി സൈൻ, ഇൻഫോർമേറ്ററി സൈൻ. ഈ മാൻഡേറ്ററി എന്ന് പറയുന്ന സൈൻ നമ്മൾ നിർബന്ധിതമായി പാലിക്കേണ്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമ്മളത് പാലിക്കുക തന്നെ വേണം. കോഷണറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഓക്കെ. അതേസമയം ഇൻഫോർമേറ്ററി എന്ന് വെച്ചാൽ നമുക്കൊരു ഇൻഫോർമേഷൻ തരണം. പമ്പ് അത്ര ദൂരത്തുണ്ട്, സ്കൂൾ ഇതാണ്, ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്ന ഇൻഫോർമേറ്ററി എന്ന് വെച്ചാൽ സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ തേർഡ് പാർട്ടി ഫേറ്റൽ ആക്സിഡൻസ് ആൻഡ് ഇഞ്ചുറി കേസസ് ക്ലെയിംസ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി ഫേറ്റൽ ആക്സിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇഞ്ചുറീസുമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളുമാണ് എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെയും കുറച്ച് കീ കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൽ പറയാൻ പോകുന്നത്. ചാപ്റ്റർ 1 നമ്മൾ പ്രിലിമിനറി എന്ന് പറഞ്ഞു. പ്രിലിമിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ യൂസ് ചെയ്യുന്ന പല ടേമുകളുണ്ട്. ആ ടേമുകളുടെ ഡെഫിനിഷൻ, മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമിറ്റ് എന്താണ്, കണ്ടക്ടർ എന്താണ്, ഡ്രൈവർ എന്താണ്, അതേ കണക്ക് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വരുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടേംസിൻ്റെ ഒരു ഡെഫിനിഷനാണ്, എന്താണെന്നാണ് അതിൽ പറയുന്നത്. ഈ ഒരു പ്രിലിമിനറിയിലുള്ള ഡെഫിനിഷൻസ് അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്ട് വായിച്ചാൽ ഒന്നുമേ മനസ്സിലാകില്ല. അന്നേരം അതൊരു ഫണ്ടമെന്റൽ ഫോർ ഇൻട്രാക്ഷൻ ഓഫ് ദ ആക്ട് ആണ് പ്രിലിമിനറി എന്ന് പറയുന്നത്. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ ആക്ച്വലി തറോ ആയിട്ട് പ്രിലിമിനറി പഠിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, അന്നേരം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് തന്നെയാണ്, ആ ഒരു ചാപ്റ്റർ തന്നെയാണ് നോക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നമ്മുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് ആക്ച്വലി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഏതൊക്കെ ഏജിൽ ഏതൊക്കെ കാറ്റഗറിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, അതേ കണക്ക് തന്നെ. ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം 16 വയസ്സുള്ളപ്പോൾ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും, പക്ഷേ വിത്തൗട്ട് ബിയർ 50cc വെഹിക്കിളിനകത്തായിരിക്കണം. അന്നേരം അങ്ങനെയുള്ള മോപ്പഡ്സ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ 16 വയസ്സിൽ നമുക്ക് ഗിയർലെസ് ആയിട്ടുള്ള വണ്ടിയുടെ ലൈസൻസ് കിട്ടിയാൽ പോലും ഓട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 18 വയസ്സ് തൊട്ട് നമുക്ക് ഗിയറുള്ള വണ്ടികൾ ഓട്ടിക്കാം. 20 വയസ്സിന് ശേഷം വെച്ചാൽ 18 വയസ്സ് കഴിയുകെ നമ്മൾ ലൈസൻസ് എടുത്താൽ 1 വർഷമെങ്കിലും മിനിമം ലൈസൻസിന് നമുക്ക് എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസും പ്ലസ് 20 ഇയേഴ്സ് നമുക്ക് ഏജ് ആയാൽ മാത്രമേ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ലൈസൻസ്, ട്രാൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ വെഹിക്കിൾസിൻ്റെ നമുക്ക് ഇതെടുക്കാൻ പറ്റൂ. ഇനി ഏതൊക്കെ ഗ്രൗണ്ട്സിലാണ് നമുക്ക് ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്, ലേണേഴ്സിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ റിന്യൂവൽ പ്രൊസീജിയർ, ലൈസൻസിൻ്റെ റിന്യൂവൽ പ്രൊസീജിയർ, ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 2ലാണ്. ചാപ്റ്റർ 3 കണ്ടക്ടർ ലൈസൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മളെ ബസ്സസ് ആൻഡ് സ്റ്റേജ് കാരിയേഴ്സിൽ പോകുന്നവർക്ക് പ്രത്യേകമായിട്ട് നമുക്ക് കണ്ടക്ടർ ലൈസൻസ് എടുക്കണം. അന്നേരം അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ റെസ്ട്രിക്ഷൻസും എങ്ങനെയാണ് അത് കിട്ടുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെയാണ് ഇത് നോക്കേണ്ടത്. ഇനി അത് എന്തെങ്കിലും കാരണവശാൽ സസ്പെൻഡ് ചെയ്യേണ്ട ഗ്രൗണ്ട്സ് ഏതൊക്കെയാണ്, റിവോക്ക് ചെയ്യാനുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചാപ്റ്റർ 3യിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിളാണ്. ഇതിൽ സെക്ഷൻ 39 മുതൽ 65 വരെ വരുന്നുണ്ട്. ഞാനത് സെക്ഷൻസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് 217 സെഷനുകളുണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട്. പല ചാപ്റ്ററുകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. ചാപ്റ്റർ 3 എന്ന് വെച്ചാൽ സെക്ഷൻ 29 മുതൽ 38 വരെയാണ്. അന്നേരം രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വണ്ടിയും രജിസ്റ്റർ ചെയ്തിരിക്കണം. മേ ബി ടെമ്പററി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പെർമനന്റ് രജിസ്ട്രേഷൻ. ടെമ്പററി രജിസ്ട്രേഷൻ ആണ് എത്ര നാളത്തേക്ക്, അതിൻ്റെ കാലാവധി അങ്ങനെയുള്ളത്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനെ പറ്റി, അത് ഏത് കളറായിരിക്കണം, അന്നേരം ഓരോ ടൈപ്പ് ഓഫ് വെഹിക്കിൾസിന് ഓരോന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞാക്കുന്നത് ചാപ്റ്റർ 4ലാണ്. പിന്നെ റിന്യൂവൽ, ക്യാൻസലേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രേഷൻ, നമ്മൾ വണ്ടി വിൽക്കുമ്പോൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ, ഗവൺമെൻറ് വെഹിക്കിൾസ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ, ഡിപ്ലോമാറ്റ് വെഹിക്കിൾസ്, അങ്ങനെ സ്പെഷ്യൽ പ്രൊവിഷനുള്ള വണ്ടികൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്റർ 4ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 5 ഡീൽ ചെയ്യുന്നത് കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട്. ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് തന്നെ പലതരം ട്രാൻസ്പോർട്ട് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേജ് കാരിയേഴ്സ് ഉണ്ട്. നമ്മുടെ സ്റ്റേജ് കാരിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ബസ്സുകൾ,
ഫിക്സഡ് റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് സ്റ്റേജ് കാരേജ്. കോൺട്രാക്ട് കാരേജസ് ഉണ്ട്. അന്നേരം എന്താണ് കോൺട്രാക്ട് കാരേജ്? അതുമായിട്ട് ബന്ധപ്പെട്ട ടാക്സി കോൺട്രാക്ട്, നമ്മൾ ജസ്റ്റ് വിളിച്ച് 2 ദിവസത്തേക്ക് മാത്രം ഒരു ട്രാവൽ പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന കോൺട്രാക്ട് കാരേജസ്. ഓട്ടോറിക്ഷ, ടാക്സി, ഇതെല്ലാം കോൺട്രാക്ട് കാരേജസ് ആണ്. ഗുഡ്സ് കാരേജസ് ഉണ്ട്, നമുക്കറിയാം ഗുഡ്സ് കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികൾ. നാഷണൽ പെർമിറ്റുകളുണ്ട്. ഈ കാറ്റഗറിക്കൊക്കെ ഏത് അതോറിറ്റിയാണ് പെർമിറ്റ് കൊടുക്കുന്നത്? എന്താണ് പെർമിറ്റ്? അന്നേരം ഈ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിനെല്ലാം പെർമിറ്റ് വേണം, നിർബന്ധമാണ്. പെർമിറ്റ് ഇല്ലാതെ ഓടാൻ പറ്റത്തില്ല. അന്നേരം അതെല്ലാം സെഷൻസിൽ പറയുന്നുണ്ട്. അന്നേരം ഇനി ചില പെർമിറ്റുകൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കൊടുക്കുന്നത്, നാഷണൽ പെർമിറ്റ് പോലുള്ളത്. ഇനി അതേ സമയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് കൊടുക്കുന്ന പെർമിറ്റുകൾ ഏതാണ്, അതിനെപ്പറ്റിയെല്ലാം, ഇതിൻ്റെ സസ്പെൻഷൻ, അതിൻ്റെ കാലാവധി, അതിൻ്റെ ക്യാൻസലേഷൻ, ഇതെല്ലാം ഇതിൻ്റെ കണ്ടീഷൻസും ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 5-ലാണ്. ചാപ്റ്റർ 6-ലാണ് സ്പെഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് KSRTC ആയിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ഇത് വരുന്നത്. ഇതിലാണ് ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള റൂട്ടുകൾ ഏതാണ്, നാഷണലൈസ്ഡ് റൂട്ട് ഏതാണ്. എന്നിട്ട് നാഷണലൈസ്ഡ് റൂട്ടിൽ നമ്മൾ പ്രൈവറ്റ് ബസ്സുകൾ ഓടാൻ പറ്റാത്തതുണ്ട്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ്, അതിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിനെ പറ്റി. ഇനി പ്രൈവറ്റ് വെഹിക്കിൾസും സ്റ്റേറ്റ് KSRTCയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സെറ്റിൽമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 6-ആണ്. സോ ചാപ്റ്റർ 6-7 എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മെയിൻ്റെനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. ഇത് സെക്ഷൻ 109 മുതൽ 111 വരെയുള്ള സെക്ഷനാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട്, ഓരോ വെഹിക്കിൾസിൻ്റെ ബ്രേക്കിൻ്റെ സ്റ്റാൻഡേർഡ്സ്, സ്റ്റിയറിംഗ്, അങ്ങനെ ടയേഴ്സ്, എമിഷൻ കൺട്രോൾസ്, അതിനൊക്കെ ലൈറ്റ്, മിറർ, ഹോൺ, അങ്ങനെ അതിൻ്റെ എല്ലാ റെഗുലേഷൻസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ പാലിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട്, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപവർ ചെയ്തൊരു ഫ്രെയിം റൂൾസ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസിന് സേഫ്റ്റിക്കും വേണ്ടിയിട്ട്. ഇതിലാണ് നമ്മുടെ മെയിൻ്റനൻസിനെ പറ്റി, ഇതിനൊക്കെ സ്പെയർ പാർട്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ 8-ആണ് ട്രാഫിക് കൺട്രോളാണ്. ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 112 മുതൽ 138 വരെയാണ്. ഓവർ സ്പീഡ്, സ്പീഡ് ലിമിറ്റ്, പിന്നെ റോഡ് സൈൻ, റെഗുലേഷൻ, സേഫ്റ്റി ഡ്രൈവിന് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഹെൽമെറ്റ്, മൊബൈൽ യൂസേജ്, അങ്ങനെയുള്ള പാർക്കിങ്, വെയിറ്റ് റിജക്ഷൻ. ഇപ്പോൾ വണ്ടി പോകുമ്പോൾ എത്ര എക്സ്റ്റൻഷൻ നമുക്കൊരു ഗുഡ്സ് പുറത്തോട്ട് തള്ളി നിൽക്കാം, മുകളിൽ എത്ര ഹൈറ്റ് വരെ അവർക്ക് നിൽക്കാൻ പറ്റും, ഓവർ വെയിറ്റിൻ്റെ കാര്യങ്ങൾ, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെടുന്ന വരുന്ന വയലേഷനുകളാണ് ഇതെന്നെല്ലാം പറയുന്നത് ചാപ്റ്റർ 8-ലാണ്. ചാപ്റ്റർ 9 എന്ന് പറയുന്നത് നമുക്കറിയാം സെക്ഷൻ 139 മുതൽ 144 വരെ ഉള്ളതാണ്. ഇതിലാണ് ടെമ്പററി ആയിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന വെഹിക്കിളും ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വണ്ടികളിലും. ഇപ്പോൾ ഒരു ഫോറിൻ വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്ന് നമുക്കൊരു മാസത്തേക്കുള്ള പെർമിറ്റ് എടുക്കാൻ പറ്റും, ഒരു വർഷത്തേക്കുള്ള അതിൻ്റെ കോസ്റ്റ്, അത് എത്ര രൂപയാണ്. ഫോർ എക്സാമ്പിൾ 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലുള്ള ഒരു ഫോറിൻ വെഹിക്കിൾ നമുക്ക് ഒരു മാസത്തേക്ക് ഇവിടെ ഓട്ടിക്കാൻ പറ്റും. ഓക്കെ, അന്നേരം അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 9-ലാണ്. ചാപ്റ്റർ 10 ആണെങ്കിൽ നമ്മുടെ ലയബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് ഇൻ സർട്ടൻ കേസസ് ആണ്. സെക്ഷൻ 140 മുതൽ 144 വരെയാണ് വരുന്നത്. അന്നേരം ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഫോൾട്ട് സംഭവിച്ച റോഡിൽ കൂടെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കാരണവശാൽ വരുവാണെങ്കിൽ അവർക്ക് ഫിക്സഡ് ആയിട്ട് വരുന്ന, ഇപ്പോൾ എന്തെങ്കിലും ഡിസേബിലിറ്റീസോ ഡെത്തോ അങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ അതിന് നമുക്ക് ഒരു കോമ്പൻസേഷൻസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫിക്സ് ചെയ്യുന്നത് ചാപ്റ്റർ 10-ലാണ്. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് സെക്ഷൻ 140 മുതൽ 144 വരെയാണ് ഈ സെക്ഷൻ നിൽക്കുന്നത്. ചാപ്റ്റർ 11-ലാണ് ഇൻഷുറൻസ് അഗൈൻസ്റ്റ് തേർഡ് പാർട്ടി. അന്നേരം ഈ ഒരു സെക്ഷൻ വരുന്നത് 145 മുതൽ 164 വരെയാണ്. കമ്പൽസറി ആയിട്ട് എല്ലാ വണ്ടിയും തേർഡ് പാർട്ടി ഇൻഷുറൻസ്, എങ്കിലും തേർഡ് പാർട്ടിയാണ് മിനിമം, അത് എടുത്തിരിക്കണം. ഒരു ഇൻവാലിഡ് ആയിട്ട് ഉള്ള ലൈസൻസ് ഉള്ള ഒരു വണ്ടി നിരത്തിലിറക്കാൻ പാടില്ലെന്നും അതിൻ്റെ കോമ്പൻസേഷനെ പറ്റി, അത് ഏതൊക്കെ കമ്പനീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ്, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടി ആരാണ്, സെക്കൻഡ് പാർട്ടി ആരാണ്, ഫസ്റ്റ് പാർട്ടി ആരാന്ന് പറയും, ഇൻഷുർ തരുന്ന കമ്പനിയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടി എന്ന്. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണ്, വെഹിക്കിൾ ഓണറാണ്. ഇവർ രണ്ടുപേരും തമ്മിലാണ് ലൈസൻസ്, നമ്മളൊരു ഇൻഷുറൻസ് വരുമ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. തേർഡ് പാർട്ടി അതല്ലാതെ എല്ലാവരും എന്താണ്, തേർഡ് പാർട്ടി ആയിട്ടാണ് വരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഒരു വെഹിക്കിൾ
ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സെക്ഷൻ 12 ക്ലെയിം ട്രിബ്യൂണൽ. സെക്ഷൻ 165 മുതൽ 176 വരെയാണ്. ഒരു ഈ ഒരു ട്രിബ്യൂണൽ വന്നതിന് ശേഷം നമുക്ക് ആക്സിഡന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും അതിന്റെ കോമ്പൻസേഷനായിട്ട് ബേസ് ചെയ്തിട്ട് ഇൻഷുറൻസിന് വരുന്ന ഡിസ്പ്യൂട്ടുകൾ, ഇനി എന്തെങ്കിലും കാരണവശാൽ അതിൽ ഹൈക്കോർട്ടിലോട്ട് ക്ലെയിം പോകുന്നത്, അങ്ങനെയുള്ള നമുക്ക് അപ്പീല് പോകുന്നത്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതിനെ പറ്റി ഏത് ഗ്രൗണ്ട്സിലാണ് അത് അപ്പീൽ പോകാൻ പറ്റുന്നത്, ട്രിബ്യൂണലിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, അന്നേരം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 12 ചാപ്റ്റർ 13 ഒഫൻസുകളെ പറ്റി, പെനാൽറ്റീസിനെ പറ്റി, അതിന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റി പറഞ്ഞേക്കുന്നത്. അന്നേരം കുറേ നമുക്കറിയാം കുറേ ഒഫൻസുകളുണ്ട്. ലൈസൻസ് ഇല്ലാതെ, പെർമിറ്റ് ഇല്ലാതെ, ഓവർ സ്പീഡായിട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിക്കും. ഇതിന്റെ എല്ലാ ഫൈനുകളെ പറ്റി എല്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ചാപ്റ്റർ 13 അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും അറിയാൻ എപ്പോഴും ആഗ്രഹമുള്ള ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 185 അതിൻ്റെ ഫൈനുകളെ പറ്റി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ 30 mg per 100 ml ഓഫ് ബ്ലഡ് ഡിറ്റക്ട് ചെയ്താൽ ലബോറട്ടറി കൊണ്ട് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ബ്രത്ത് അനലൈസർ വെച്ച് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് 10,000 രൂപയാണ് ഫൈൻ എന്ന് പറയുന്നത്. മേ ബി നമ്മൾ 6 മാസം വരെ തടവിൽ 6 മാസം വരെ ഇംപ്രിസൺമെന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈന് 10,000 മാറി 15,000 ആവുകയും ഇംപ്രിസൺമെന്റ് ഏകദേശം 2 വർഷത്തോളം, ചിലപ്പോൾ ഈ 2 ഫൈനും വരാം. ഫസ്റ്റ് ആദ്യ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഈ 10,000 രൂപ മാത്രമല്ല, വേണമെങ്കിൽ 6 മാസം വരെ തടവും ചെയ്യാം, ചിലപ്പോൾ രണ്ടും തരാം. ഓക്കെ, എന്തായാലും 10,000 രൂപ തടവ് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി 6 മാസം വരെ ഇംപ്രിസൺമെന്റ് തരാം. സെക്കൻഡ് ടൈം ആണെങ്കിൽ 15,000 രൂപ 2 വർഷം വരെ നമ്മളെ ജയിലിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് തന്നെ വേറെ ഒരു പ്രൊവിഷൻ വരുന്ന വെച്ചാൽ ജുവനൈൽ, 18 വയസ്സിൽ താഴെയുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരു വണ്ടി ഓട്ടിച്ചാലുള്ള ഒരവസ്ഥ പലർക്കും അറിഞ്ഞൂടാ. മാതാപിതാക്കൾ അവരെ വണ്ടി കൊടുത്തങ്ങ് വിടും. എന്നിട്ട് ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അറിവോടുകൂടിയാണ് വണ്ടി ഓട്ടിച്ചത് എന്ന് തെളിയപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം നമ്മുടെ അറിവോടുകൂടിയല്ല വണ്ടി ഓട്ടിച്ചത്, അങ്ങനെ ആണെങ്കിൽ ഫൈനിൽ മാത്രം ഒഴികെ 25,000 രൂപയാണ് ഫൈന്. ഇന്ന് കുട്ടികൾ വണ്ടി ഓടിച്ച് 25,000 രൂപയാണ് ഫൈന്. അത് കൂടാതെ ഇനി കുട്ടികൾക്ക് അച്ഛനമ്മമാരാണ് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഓണർ കൊടുത്തു വിട്ടിട്ടാണ് അവർ പോയെന്ന് ബോധ്യപ്പെട്ടാൽ 3 വർഷം വരെ അവരെ തടവിൽ നയിക്കാം. പേരൻസിന്, ഗാർഡിയൻസ് അല്ലെങ്കിൽ ഓണർ ഓഫ് ദ വെഹിക്കിൾസിന് എന്ത് ചെയ്യും, 3 വർഷം വരെ തടവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ വണ്ടിയുടെ പെർമിറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ 1 വർഷം വരെ RC സസ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് കൂടാതെ ഈ കുട്ടിക്ക് 25 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കാവുള്ളൂ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഓരോരോ സെഷൻസ്, ഇപ്പം ജുവനൈലിൻ്റെ സെക്ഷൻ ആണെങ്കിൽ 199A ആണ്. അന്നേരം നോക്കുക, ഒഫൻസിലാണ് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. സെക്ഷൻ 177 മുതൽ 210 വരെയാണ് ഒഫൻസ് ഉള്ളത്. ഇനി ലാസ്റ്റ് സെക്ഷൻ വെച്ചാൽ മിസലേനിയസ് ആണ്. ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പവർ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവർ, അവർക്ക് റൂൾസ്, ഏതൊക്കെ മേഖലകളിൽ അവർക്ക് റൂൾസ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള പഴയ ആക്റ്റുകളുടെ പല കാര്യങ്ങളും സേവിങ്സും ഒക്കെ വെച്ചാക്കുന്നത് ലാസ്റ്റ് സെക്ഷൻ മിസലേനിയസ് എന്ന് പറഞ്ഞുള്ള ഡേറ്റാസിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ ചെറിയ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വെയിറ്റ്. LMV, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7,500 കിലോ, 7.5 ടണ്ണിൽ താഴെ ആയിരിക്കുന്ന വെഹിക്കിൾസിന് നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് എന്നും, 7,500 മുകളിലും 12,000 കിലോയ്ക്ക് താഴെയും വരുവാണെങ്കിൽ മീഡിയം മോട്ടോർ വെഹിക്കിൾ MMV എന്നും, 12,000 കിലോ 12 ടൺസിന് മേളിലുള്ള എല്ലാ വെഹിക്കിൾസിനെ നമ്മൾ ഹെവി മോട്ടോർ വെഹിക്കിൾസ് എന്നും പറയും. ഇനി ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. എന്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ വെച്ചാൽ ദ ഹെവി വെഹിക്കിൾ കണ്ടെയ്ൻ എ ട്രാക്ടർ സെമി ട്രെയിലർ കണക്റ്റഡ് ബൈ എ കപ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടില്ല, ബാക്കി കണ്ടെയ്നർ വലിച്ചുകൊണ്ട് പോകുന്ന, ഫ്രണ്ടിൽ എഞ്ചിനും ക്യാബിനും മാത്രമുള്ള വെഹിക്കിൾസ് ഉണ്ട്. അന്നേരം ആ ഫ്രണ്ട് അങ്ങനെ കപ്പിൾ ചെയ്തിട്ട് ബാക്കിലുള്ള ഒരു ട്രെയിലറിനെയോ സെമി ട്രെയിലറിനോ ട്രാക്ടറിനെ വലിച്ചുകൊണ്ട് പോകുന്ന വെഹിക്കിൾസിനെ നമ്മൾ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയും. എന്താണ് ഇൻവാലിഡ് കാരേജ് അല്ലെ അഡാപ്റ്റഡ് വെഹിക്കിൾസ്?
സ്പെഷ്യലി അറേഞ്ച്ഡ് ടു പ്രൊവൈഡ് ഹാൻഡിക്യാപ്ഡ് വെഹിക്കിൾസ്. നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. എന്നിട്ട് റോഡ് സൈഡിൽ പോകുമ്പം മറ്റേ സ്കൂട്ടിയുടെ സൈഡിലൊക്കെ 2 അഡീഷണൽ വീൽസ് ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള വണ്ടിയൊക്കെ കാണാം. അതിനെ പറയുന്ന പേര് ഇൻവാലിഡ് കാരേജ് അല്ലെ അഡാപ്റ്റഡ് വെഹിക്കിൾസ് എന്നാണ്. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ്, ഒമ്നി ബസ്. അന്നേരം എല്ലാവർക്കും നമ്മൾ ചില വണ്ടികളെ മാക്സി ക്യാബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഒമ്നി മോട്ടോർ ക്യാബ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അന്നേരം മാക്സി ക്യാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിസൈൻഡ് ടു ക്യാരി മോർ ദാൻ 6 6 കൂടുതൽ, സോ 7 മുതൽ 12 വരെ ആൾക്കാർ എക്സ്ക്ലൂഡിങ് ഡ്രൈവർ കൂടാതെ 7 മുതൽ മോർ ദാൻ 6ഉം ലെസ് ദാൻ 12ഉം 7 മുതൽ 12 വരെ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്ന വണ്ടികളെ നമ്മൾ മാക്സി ക്യാബ് എന്ന് പറയും. മോട്ടോർ ക്യാബ് എന്ന് പറഞ്ഞാൽ എനി മോട്ടോർ വെഹിക്കിൾ ഡിസൈൻഡ് ടു ടേക്കൺ ലെസ് ദാൻ സിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കാറുകളെല്ലാം എന്താണ്, പ്രൈവറ്റ് കാറുകൾ അങ്ങനെയുള്ളതൊക്കെ എന്താണ്, മോട്ടോർ ക്യാബാണ്. ഇനി ഒമ്നി ബസ് ഉണ്ട്. ഇതിന് അപ്പർ ലിമിറ്റിൽ ഏത് മോട്ടോർ വെഹിക്കിൾ ആയിക്കോട്ടെ ഡിസൈൻഡ് ഫോർ ക്യാരിങ് മോർ ദാൻ 6 പാസഞ്ചേഴ്സ്, 6 മുതൽ മേലോട്ട് വരുന്ന എല്ലാ 6 മുതൽ മേലോട്ട്, ഇപ്പോൾ 20 25 30 അതെല്ലാം എന്താണ്, ഒമിനി ബസ്സുകളാണ്. ഈ കഴിഞ്ഞ 2023 നടന്ന AMV എക്സാം കാറ്റഗറി നമ്പർ 517/2022 നടന്ന ഈ നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായിട്ട് നമ്മളിപ്പം പറഞ്ഞ പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, motor vehicle constructed or adapted to carry more than 6 passengers but not more than 12 passengers excluding the driver for hire or reward. ഏതാണ്, ഒമ്നി ബസ് ആണോ, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ആണോ, മാക്സി ക്യാബ് ആണോ, മോട്ടോർ ക്യാബ് ആണോ? നമ്മൾ പറഞ്ഞായിരുന്നു എന്തായിരുന്നു, ഒമ്നി ബസ് ആണ് 6 കൂടുതൽ എത്രയാണേലും ഒമ്നി ബസ് ആണ്. മോട്ടോർ ക്യാബ് എന്ന് വെച്ചാൽ ലെസ് ദാൻ 6 ആണ്. മാക്സി ക്യാബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് ഈസ് ഷുഡ് ബി more than 6 and so ഇവിടുത്തെ ആൻസർ എന്താണ്, മാക്സി ക്യാബ്. Moving to the second question, a goods carriage having gross vehicle GVW value 11,500 kilo is categorized as ഏത് കാറ്റഗറി, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണോ, മീഡിയം കാറ്റഗറി വെഹിക്കിൾ ആണോ, ഹെവി കാറ്റഗറി വെഹിക്കിൾ ആണോ, N1 കാറ്റഗറി ആണോ? ഇത് ലൈറ്റ് നമുക്കറിയാം 7,500 ടണ്ണിൽ താഴെയാണെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ്. 12,000 ടണ്ണിന് മുകളിലാണെങ്കിൽ അത് ഹെവി മോട്ടോർ വെഹിക്കിൾ ആണ്. അന്നേരം 12,000-നും 7,500-നും ഇടയിൽ വരുന്നതാണെങ്കിൽ അതെന്താണ്, മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. Third question, the Motor Vehicle Act 1980 replaced with the earlier act, Motor Vehicle Act 1914, Motor Vehicle Act 1939, Road Transport Act 1948, Indian Traffic Act 1965. So നമുക്ക് ഉത്തരം നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞായിരുന്നു. ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു ഇന്ത്യൻ വൈഡ് ആയിട്ട് വന്ന 1944 ആണ്. അതിനെ റീപ്ലേസ് ചെയ്തത് 1939. അതിന് ശേഷമാണ് എന്ത് വന്നത്, 1988 വന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പ്രിലിമിനറി എയിം ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1980 എന്താണ്? പ്രൊമോട്ട് ടൂറിസം ആണോ, റെഗുലേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി, കൺട്രോൾ ഫ്യൂവൽ പ്രൈസസ്, എൻകറേജിങ് വെഹിക്കിൾ ഇമ്പോർട്ട്? എന്നിട്ട് ഇതിൽ ഏതാണ് പ്രിലിമിനറി എയിം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, റെഗുലേറ്റിംഗ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി ഈസ് ദ ആൻസർ. So the last question, Good Samaritan provision protect A. Traffic police officers, people helping accident victims, vehicle owners with insurance, government drivers. ഓക്കെ. എന്നിട്ട് ഈ ഗുഡ് സാമർഥാൻ എന്ന് പറയുന്നത് ഈ ആക്സിഡൻറ്റിൽ പെട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെച്ചാൽ റോഡ് ആക്സിഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരും ഇവരെ റോഡ് ആക്സിഡൻറ്റ് നമ്മളെ ഗോൾഡൻ ടൈമിൽ ആൾക്കാരെ റിക്കവർ ചെയ്യാനായിട്ട് ഉള്ള പ്രൊവിഷൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ ന്യൂലി ഇൻക്ലൂഡ് ചെയ്ത 2019 അമെൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്താണ് ഗുഡ് സാമർഥാൻ എന്ന് പറയുന്നത്. ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് റോഡ് ആക്സിഡൻസിൽ വരുന്ന വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുന്നവരും റോഡ് ആക്സിഡൻസിൽ പെടുന്ന മൈനറായിട്ട് വരുന്ന ആൾക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, പീപ്പിൾ ഹെൽപ്പിംഗ് ദ ആക്സിഡൻറ്റ് വിക്ടിംസ്.
സോ താങ്ക് യു. അന്നേരം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പറ്റി, മോട്ടോർ വെഹിക്കിളിനെ പറ്റി ഒരു ഏകദേശം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും കിട്ടി എന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ.